അമ്മ PSC എഴുത്തൊക്കെ നിർത്തി അച്ഛൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. താൻ കാരനാണ് അമ്മയ്ക്ക് സർക്കാർ ജോലി കിട്ടാത്തതെന്നുള്ള കുറ്റബോധം ശിവദാസ് അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു. മോളെ, ഞാൻ കാരണം മോളുടെ അമ്മയുടെ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ ആഗ്രഹം നഷ്ടപ്പെട്ടത്. മോള് അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം സഹായിച്ചു തരുമോ? മോളൊരു ഗവൺമെൻറ് ജോലിക്കാരി ആവുമോ? അച്ഛൻ വന്നതിന് ശേഷമാണ് ഞാൻ അമ്മയുടെ മുഖത്തിൽ ചിരിയെങ്കിലും കണ്ടിട്ടുള്ളത്. അമ്മയ്ക്ക് കിട്ടാതെ പോയ ഗവൺമെൻറ് ജോലി ഞാൻ വാങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞ അത് ഞാൻ ചെയ്യേണ്ടേ ചേച്ചി. അതുകൊണ്ടാ ചേച്ചി ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്. ആ ജോലിയാണ് 3 തവണ മോഹൻ ഇല്ലാതാക്കിയത്. കുറേ വർഷം അയാളെപ്പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം എവിടുന്നോ എൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് അയാൾ എന്നെ വിളിച്ചു. ഞാൻ എവിടെയുള്ളതെന്ന് ഇപ്പം അയാൾക്കറിയാം. പക്ഷെ അയാൾക്ക് അറിയേണ്ടിയിരുന്നത് എൻ്റെ അമ്മ എവിടെയുള്ളതെന്നായിരുന്നു. അയാൾ എൻ്റെ അമ്മയെ കണ്ടുപിടിച്ച് ഉപദ്രവിക്കാതിരിക്കാനാ അയാൾ ചോദിക്കുമ്പോൾ ഞാൻ പൈസ അയച്ചു കൊടുത്തിരുന്നത്. ഒരു ദിവസം അയാൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അയാൾ എൻ്റെ അമ്മയെ നേരിൽ കണ്ടു. അമ്മയെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് അയാൾ ഇനിയും വരും. അതാണ് അമ്മയും അച്ഛനെയും ഞാൻ വീട്ടിലേക്ക് മടക്കി അയച്ചത്. അയാൾ ഇനിയും എൻ്റെ അമ്മയെ തേടി വരും. അയാൾ എൻ്റെ അച്ഛനും അമ്മയും വെറുതെ വിടില്ല. എനിക്ക് പേടിയാ ചേച്ചി. ഇതെങ്ങനെ പറയണം എല്ലാവരോടും എനിക്ക് അറിയില്ലായിരുന്നു. അതാ ഞാനൊന്നും പറയാതിരുന്നത്. ആവണി, നീ ധൈര്യമായിട്ടിരിക്കെ. നിന്റെ ഒപ്പം ഞാനുണ്ട്. മോഹനും വക്കീലും വരട്ടെ, അവരെ ഞാൻ കോടതിയിലിട്ട് വറക്കും. നിന്റെ എക്സാം റിസൾട്ട് വന്നോ? വന്നിട്ടില്ല മാഡം. നിനക്ക് ജോലി കിട്ടുമോ അവിടെ? നീ നിറവേറ്റാൻ പോയത് നിന്റെ മാത്രമല്ല, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. നിനക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് കിട്ടാനാ? ആ, നീ ബാക്കി പറ. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും ഞാനത് വീട്ടിൽ പറഞ്ഞില്ല എന്നുള്ളത് സത്യ. പക്ഷെ അതിന്റെ കാരണം അതെനിക്കറിയാം, സുധനോട് പറഞ്ഞിട്ടുണ്ട്.